പുരുഷന്മാർ സ്ത്രീവേഷമണയുന്ന കൊറ്റൻകുളങ്ങര ദേവീക്ഷേത്രത്തിന്റെ ഐതിഹ്യം എന്താണെന്നറിയാമോ? ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഒരു കാലത്ത് വനത്തിന്റെ ഒരു ഭാഗമായിരുന്നു. ചുറ്റും മരങ്ങളും ചെടികളും വള്ളികളും നിറഞ്ഞ് ശാന്തമായൊരു പ്രദേശമായിരുന്നു. ക്ഷേത്രത്തിന്റെ വടക്ക് പടിഞ്ഞാറ് മൂലയിൽ ഭൂതകുളം എന്നറിയപ്പെടുന്ന ഒരു ചെറിയ ആഴമേറിയ കുളമുണ്ടായിരുന്നു. വിഷപ്പാമ്പുകളുടെ അഭയ കേന്ദ്രമാണിത് എന്ന് പ്രദേശവാസികൾ വിശ്വസിച്ചിരുന്നു. കിഴക്ക് ഭാഗത്ത് വിശാലമായ ആഴത്തിലുള്ള ഒരു വലിയ കുളവും ഉണ്ടായിരുന്നു. ദിവസങ്ങളോളം തോരാതെ മഴ പെയ്തപ്പോൾ അവിടെ നിന്നും ഒരു അരുവി ഉത്ഭവിച്ചു. ഇത് ചുറ്റുമുള്ള പ്രദേശത്തെ കൃഷിയോഗ്യമാക്കി മാറ്റി. ഈ പ്രദേശങ്ങൾ പുല്ലും ശുദ്ധജലവും നിറഞ്ഞതിനാൽ അയൽ പ്രദേശങ്ങളിൽ നിന്നുള്ള പശുപാലകർ അവരുടെ കന്നുകാലികളുമായി അവിടെ ഒത്തുകൂടുവാൻ ആരംഭിച്ചു. ഒരു ദിവസം ആ പ്രദേശത്ത് നിന്നും ഒരു നാളികേരം അവിടുത്തെ കുട്ടികൾക്ക് വീണ് കിട്ടുകയും അവിടെയുള്ള ഒരു കല്ലിൽ കുത്തി അത് ഉടയ്ക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ആ സമയം ആ കല്ലിൽ തട്ടിയപ്പോൾ ആ കല്ലിൽ നിന്നും രക്തം വാർന്നു വന്നുകൊണ്ടിരുന്നു. ഇത് കണ്ട കുട്ടികൾ കാര്യം വീട്ടിൽ അവതരിപ്പിച്ചു. എല്ലാവരും ആ കാഴ്ച കാണുവാനായി ഒത്തുകൂടി. പിന്നീട് എല്ലാവരും കൂടി പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ ആ കല്ലിൽ പ്രപഞ്ചനാഥിയും സാക്ഷാൽ ആദിപരാശക്തിയുമായ ദുർഗാദേവി കുടികൊള്ളുന്നതായി കണ്ടെത്തി. ദേവീക്ഷേത്ര നാടിന്റെ ഐശ്വര്യമാണെന്ന് കണ്ടെത്തിയതോടെ അവിടെ ക്ഷേത്ര നിർമ്മാണം നടത്തി. തുടർന്ന് ആൺകുട്ടികൾ പെൺകുട്ടികളെ പോലെ അണിഞ്ഞൊരുങ്ങി ഭഗവതിക്ക് കൊറ്റൻ നിവേദിച്ചു. ഇതിന്റെ ഓർമ്മയ്ക്കായി പുരുഷന്മാരുടെ ചമയവിളക്ക് ഉത്സവം വർഷം തോറും ആചരിച്ചു വരുന്നു. ഇവിടുത്തെ അപൂർവ ചടങ്ങായ ചമയവിളക്ക് ഉത്സവം ഏറെ പ്രശസ്തമാണ്. മീനമാസത്തിലെ 10ഉം 11ഉം തീയതിയിലെ രാത്രികളിലാണ് ചമയവിളക്ക് നടത്താറുള്ളത്. ഉദ്ദിഷ്ടകാല സാധ്യത്തിനാണ് പുരുഷന്മാർ സ്ത്രീവേഷത്തിൽ ചമയവിളക്ക് എടുക്കുന്നത്. ചമയവിളക്കിൽ പങ്കെടുത്താൽ ദുരിതങ്ങളിലും പ്രതിസന്ധികളിലും ആദിപരാശക്തി തുണയാകുമെന്നും ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാകുമെന്നും വിശ്വാസമുണ്ട്. ഇവിടെ ആൺമക്കളെ പെൺകുട്ടികളാക്കിയും ഭർത്താക്കന്മാരെ യുവതികളാക്കിയും വിളക്കെടുപ്പിക്കുന്നു.